എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സാസുരി മരിച്ചു വീഴാണ്. ഗ്രാൻഡ്മയും സാക്കുറയും അത് നോക്കി നിൽക്കുമ്പോ അതേസമയം ഇവിടെ മൈഗയും അവന്റെ ഓപ്പണന്റും പൊരിഞ്ഞ ഫൈറ്റിലാണ്. മൈഗൈ ഉടനെ ഇപ്പൊ ഗുഹയിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കാത്തതിനെ തുടർന്ന് ഗായ് ഹെഡ്ഫോണിലൂടെ ഇപ്പൊ നെജിയോട് ചോദിക്കും, അവിടുന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നീ ഒന്ന് വ്യാഹു കണ്ണുവെച്ച് ചെക്ക് ചെയ്യ്. അപ്പൊ ഇവിടെ നെജിയെ അവന്റെ ഓപ്പണന്റ് ഇപ്പൊ തള്ളി നിലത്തിട്ട് അവനെ എടുത്തിട്ട് ഇണ്ടൻ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നെജി പറയും, എനിക്കിപ്പൊ പറ്റില്ല, എന്തായാലും എനിക്ക് കുറച്ചുകൂടെ സമയം ആവശ്യമാണ്. നെജി അങ്ങനെ കറങ്ങി ഇപ്പൊ അവന്റെ ഓപ്പണന്റിന് ഒരു ഒറ്റ ചവിട്ട് വെച്ചു കൊടുക്കും. അവൻ ഉടനെ ഇപ്പൊ എയർ പോംസ് ഉപയോഗിച്ച് അവന്റെ ഓപ്പണന്റിനെ ഇട്ടിച്ച് തെറിപ്പിക്കും. എന്നിട്ട് വ്യാഹു കണ്ണുവെച്ച് ഇപ്പൊ അവൻ ചെക്ക് ചെയ്യാൻ ആരംഭിക്കും. അപ്പൊ അവൻ കാണും ആ ഗുഹ മുഴുവൻ ഇപ്പൊ ഒരുപാട് പപ്പട് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്. അത് കണ്ട് നെജി പറയും, അവിടെ ഫൈറ്റ് അവസാനിച്ചിരിക്കുകയാണ്, ഒരുപാട് പപ്പട് ഗുഹയിൽ തകർന്നു കിടക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ടെൻട്ടനാവട്ടെ സ്ക്രോളൊക്കെ എടുത്ത് പൊരിഞ്ഞ ഫൈറ്റിലാണ്. അതിനിടയിൽ അവൾ ചോദിക്കും, ഫൈറ്റ് കഴിഞ്ഞോ? ഫൈറ്റില് നമ്മുടെ സാക്കുറ തന്നെയല്ലേ ജയിച്ചത്? അതിന് നെജി, അതിനെക്കുറിച്ച് എനിക്കറിയില്ല, അവിടെ ഇപ്പോ ആരെയും കാണാനില്ല. ഇവിടെ ലീ അവൻ നൈസായിട്ട് അവന്റെ ഓപ്പണന്റിനെ അട്ടിച്ചില്ലാതാക്കിയതിനു ശേഷം ഇപ്പൊ നെജിയോട് ചോദിക്കും, സാക്കുറ അവൾ സേഫാണോ? ആ സമയത്ത് ഇപ്പൊ നെജി ഒന്നും സംസാരിക്കില്ല. അവൻ വീണ്ടും അവന്റെ വ്യാഹു കണ്ണുവെച്ച് ചുറ്റും നോക്കുമ്പോഴായിരിക്കും സാക്കുറയും ഗ്രാൻഡ്മയും ഫൈറ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ റിലാക്സ് ചെയ്ത് നിൽക്കുന്ന കാണുക. അവരുടെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ സാസുരി മരിച്ചു കിടക്കുന്നതും നെജി കാണും. മൈഗൈ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി. അക്കാസ്കി മെമ്പറിൽ ഒരാളെ നമ്മൾ കൊന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ എടുത്ത് ചാടാൻ തുടങ്ങും. ടെൻട്ടണും ലീക്കും ഇപ്പൊ ഒരുപോലെ സന്തോഷാവും. പക്ഷെ മൈഗൈക്ക് അവരുടെ ഈ ഒരു ഓപ്പണൻസിനെ അതിനെ എങ്ങനെ തകർക്കാന്ന് ഇപ്പൊ പിടികിട്ടില്ല. മൈഗൈ പറയും, ഒരുപക്ഷെ ഇത് അക്കാസ്കി മെമ്പറിൽ പെട്ട ആരുടെയെങ്കിലും ഒരു ജിപ്സു ആയിരിക്കും. അവനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതിന് ലീ പറയും, എനിക്ക് തോന്നുന്നത് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ തന്നെ ക്ലൗണുമായിട്ടാണ്. ഇതിനെ തകർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ലീ ഓരോ തവണ പാഞ്ഞു വന്ന് അതിനെ അടിക്കുമ്പോഴും അത് ബ്ലോക്ക് ചെയ്ത് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ ബോഡി മുഴുവൻ രക്തമായിട്ട് ഗ്രാൻഡ്മയും സാക്കുറയും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗ്രാൻഡ്മയെ കൊണ്ട് ഒട്ടും നടക്കാൻ വയ്യാതെ ഇപ്പൊ തളർന്ന് താഴേക്ക് വീഴും. സാക്കുറ എന്തു പറ്റി ഗ്രാൻഡ്മാൻ ചോദിച്ച് ആളെ താങ്ങിയെടുത്ത് ഇപ്പൊ മടിയിൽ കിടത്തും. അവള് ഗ്രാൻഡ്മയെ ഇപ്പൊ ഹീൽ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ഓൾറെഡി ആ ഒരു പോയിസൺ അത് ബോഡി മുഴുവൻ സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ ഗ്രാൻഡ്മ തീർച്ചയായിട്ടും അല്പസമയത്തിനുള്ളിൽ മരിക്കുമെന്ന് ഇപ്പൊ സാക്കുറയ്ക്ക് മനസ്സിലാവും. സാക്കുറ തിരിഞ്ഞു നോക്കുമ്പോ ആ ഒരു ആന്റിഡോട്ടിന്റെ വയല് അത് ഓൾറെഡി തീർന്നിരിക്കുകയാണ്. അതിനിയും ഉണ്ടാക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഹിഡൻ ലീഫ് വില്ലേജിലേക്ക് പോകണം. അവൾ ഗ്രാൻഡ്മയെ താങ്ങിയെടുത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇപ്പൊ ഹിഡൻ വില്ലേജിലേക്ക് പോകണമെന്ന് പറയും. അതിന് ഗ്രാൻഡ്മ പറയും, അതിനു മുൻപ് എനിക്ക് വലിയൊരു കാര്യം കൂടെ ഇപ്പൊ ചെയ്തു തീർക്കാനുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഇനി എന്റെ മുൻപിൽ നിൽക്കുന്ന ഒരേ ഒരു ഉത്തരവാദിത്വം. കട്ട് ചെയ്താ ഇവിടെ ദേതുര ഗാറയും തൂക്കിയെടുത്ത് ഇപ്പൊ വളരെ സ്പീഡില് മുമ്പോട്ട് പറന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ കുട്ടപ്പൻ ഇപ്പൊ കാക്കാഷിയുടെ പുതിയ കണ്ണ് കണ്ട് വണ്ടറടിച്ച് നിൽക്കുകയാണ്. കുട്ടപ്പൻ കാക്കാഷിയോട് ചോദിക്കും, ഒരു പക്ഷേ നമ്മൾ ഈ മിഷനിൽ തോറ്റുപോവോ? അതിന് കാക്കാഷി പറയും, ആദ്യം വേണ്ടത് വിശ്വാസമാണ്, തീർച്ചയായിട്ടും നമ്മൾ തോക്കില്ല. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ നമ്മുടെ മൈഗൈ ആവട്ടെ ഫൈറ്റ് ചെയ്ത് ഇപ്പൊ ഒരു പരുവായിരിക്കുകയാണ്. മൈഗൈക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അതേ സമയത്ത് നെജിയും ടെൻട്ടണും അവർ രണ്ടുപേരും ഇപ്പൊ ടയർഡാവും. ടെൻട്ടൺ പറയും, മുൻപ് ഫൈറ്റ് ചെയ്തതിനെ കഴിഞ്ഞും കൂടുതൽ ഇവര് സ്ട്രെങ്ത് ആയിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ അവര് വണ്ടറടിച്ച് നിൽക്കും. അപ്പൊ മറ്റൊരു വശത്ത് ഇപ്പൊ ലീനെ ആവട്ടെ അവന്റെ ഓപ്പണന്റ് അട്ടിച്ച് തെറിപ്പിക്കും. ഒട്ടനെ ലീയും പറയും, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇതിന്റെ പവർ അത് കൂടി വരികയാണ്. ഇതെല്ലാം കേട്ട് മൈഗൈ പറയും, നിങ്ങൾ പറഞ്ഞത് അത് ശുദ്ധ മണ്ടത്തരമാണ്. ആക്ച്വലി അവര് സ്ട്രോങ് ആയതല്ല, നമ്മൾ വീക്ക് ആവുന്നതാണ്. അപ്പോഴായിരിക്കും നെജിക്കും ടെൻട്ടണും ഒക്കെ കാര്യം പിടികിട്ടുക. ടെൻട്ടൺ ആണെങ്കിൽ നമ്മളിനി എങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന പോലും അറിയാതെ ഒരുപാട് ടെൻഷനായിട്ട് നമ്മുടെ സ്ട്രെങ്ത് അതിപ്പോ എങ്ങനെയാ കുറഞ്ഞു പോയത്, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. അതിന് നെജി പറയും, നമ്മളെല്ലാവരും ചേർന്നാണ് ആ ഒരു ഫ്ലാഗ് അത് പറിച്ചു കളഞ്ഞത്. ആ ഒരു ഫ്ലാഗ് പറിക്കുന്ന അതേ സമയത്ത് നമ്മുടെ പവർ വെച്ച് അവർ ഓപ്പണന്റിനെ ക്രിയേറ്റ് ചെയ്തു. ഓപ്പണന്റുമായിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മളുടെ സ്ട്രെങ്ത് അതിപ്പോ ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ബോഡിയിൽ ബ്ലഡ്, ഓർഗൻസ് എല്ലാം തന്നെ ടയർഡാവും. പക്ഷെ ഓപ്പണൻസ് അവര് വെറും ക്ലൗൺസ് ആണ്. അതുകൊണ്ട് തന്നെ
അവരുടെ എനർജിക്ക് യാതൊന്നും സംഭവിക്കില്ല. അതിന് കലി കയറി മൈകൈ ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചു, ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് ആ ക്ലൗണിന്റെ അടുത്തേക്ക് ഇപ്പൊ ഓടിയെടുക്കും. പക്ഷെ ആ ഒരു ക്ലൗണ് അത് ചാടി വീണ് ഇപ്പൊ മൈകയെ ഇടിച്ചു തെറിപ്പിക്കും. ഇവിടെ നെജി ആവട്ടെ അവന്റെ ഓപ്പണന്റിനെ അതിനെ അടിക്കാൻ നിൽക്കുമ്പോ അവന്റെ ഓപ്പണന്റ് ഇപ്പൊ എയർ പമ്പ്സ് ഉപയോഗിച്ച് നെജി അവിടുന്ന് അങ്ങനെ തെറിപ്പിച്ചു കളയും. ഇവിടെ ടെൻടനെ അവളുടെ ഓപ്പണന്റ് ഒരു കയറി ചുരുട്ടിയെടുത്ത് കറക്കി വലിച്ചെറിയും. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ അടി വാങ്ങി ഓരോ മൂലയ്ക്ക് തെറിച്ച് വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വത്തുമണികൾക്ക് ഇപ്പൊ അവരുടെ ഓപ്പണൻസിനെ അടിച്ച് തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. മൈകൈ അടി കിട്ടിയിട്ട് ഇപ്പൊ വീണ് കിടക്കുമ്പോ ഇനി അടിക്കല്ലേ പ്ലീസ് പ്ലീസ് എന്നും പറഞ്ഞ് അവന്റെ ഓപ്പണന്റിന്റെ കാല് പിടിക്കും. അതേ സമയത്ത് ടെൻടൺ ആവട്ടെ അടി കിട്ടി വെള്ളത്തിൽ വീണ് കിടക്കുകയാണ്. അപ്പൊ ലീ ആവട്ടെ അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോ അവന്റെ മുൻപിലായിട്ട് ഇപ്പൊ സാക്കുറെ പോലെ ഒരു രൂപം കാണും. അവൻ എന്താ പറ്റിയെന്നും പറഞ്ഞ് വീണ്ടും കണ്ണൊക്കെ തിരുമ്മി മുൻപിലുള്ള ആളെ ഇപ്പൊ തെളിച്ചു നോക്കും. അപ്പൊ പെട്ടെന്നില്ലേ യുറേക്ക എനിക്ക് പിടികിട്ടിയെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ചാടി തുള്ളാൻ തുടങ്ങും. അത് കേൾക്കുമ്പോ വീണ് കിടന്ന മൈകൈ ആവട്ടെ ഇപ്പൊ ചാടി എഴുന്നേറ്റ് ശരിക്കും നീ കണ്ടുപിടിച്ചോ? സത്യമായിട്ടും? അതിനല്ലേ സത്യമായിട്ടും അത് ഞാൻ കണ്ടുപിടിച്ചു. നമ്മുടെ ഓപ്പണന്റിനെ നമുക്ക് തോപ്പിക്കണമെങ്കിൽ നമ്മൾ സ്ട്രോങ് ആണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതിന് നമ്മുടെ സ്ട്രെങ്ത് അത് കൂട്ടിക്കാണിച്ച് അവരെ തോൽപ്പിക്കണം. അത് കേൾക്കുമ്പോ വെള്ളത്തിൽ മയങ്ങിക്കിടന്ന നമ്മുടെ ടെൻടണും ഇപ്പൊ ചാടി എഴുന്നേക്കും. ലീ പറയും നമ്മുടെ എക്സ്ട്രീം പവർ അതെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവറ്റകളെ തോപ്പിക്കാൻ പറ്റും. സാക്കുറ അവളുടെ എക്സ്ട്രീം പവർ എടുത്താണ് സാസുരിയെ തല്ലിക്കൊന്നത്. അത് കേൾക്കുമ്പോ മൈകൈക്ക് ഇപ്പൊ ഒരുപാട് അഭിമാനം തോന്നും. എന്റെ ശിഷ്യൻ ലീ അവൻ സൂപ്പറാണെന്ന് പറയുമ്പോ ഇവിടെ ടെൻടൻ പറയും നമ്മൾ ഓൾറെഡി ഇപ്പൊ ഒരുപാട് ടയർഡാണ്, പിന്നെങ്ങനെ നമ്മുടെ സ്ട്രെങ്ത് കാണിക്കും? അത് കേട്ട് ലീ പറയും ചെറുപ്പത്തില് നമ്മുടെ മോട്ടോ ഓർമ്മയില്ലേ, ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ സ്ട്രെങ്ത് അത് കൂട്ടുമെന്നാണ് ആ ഒരു മോട്ടോയില് നമ്മൾ പറയുന്നത്. അപ്പം നമ്മുടെ സ്വത്തുമണികൾ എല്ലാവരും ഇപ്പൊ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. മൈകൈ ട്രെയിനിങ് കൊടുക്കുമ്പോ ഞാൻ ഇന്നത്തെക്കാൾ സ്ട്രോങ് നാളെ ആവും, നാളത്തെക്കാൾ സ്ട്രോങ് അത് ഞാൻ മറ്റന്നാളാവും എന്നൊക്കെ പറഞ്ഞ് അവർ ട്രെയിനിങ് എടുത്തത് ഇപ്പൊ ഓരോരുത്തരായിട്ട് ആലോചിക്കും. കട്ട് ചെയ്താ ഇപ്പൊ ലീ പറയും നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മുടെ എനർജി അതെങ്ങനെയെങ്കിലും കൂട്ടണം. ഡെയിലി എഫേർട്ട് എടുത്താണ് നമ്മൾ ഇതുവരെ എത്തിയത്. ഗനിയനും ചൊനിയനും ആയത് അങ്ങനെ തന്നെയാണ്. അത് കേൾക്കുമ്പോ ഇപ്പൊ എല്ലാവരുടെ എനർജി അത് 10 മടങ്ങാവും. ലീ ഫുൾ ചാർജ് ആയിട്ട് അവന്റെ മുഴുവൻ പവറില് ഇപ്പൊ ചാടി വീണ് അവന്റെ ഓപ്പണന്റിനെ ഇടിച്ചു തെറിപ്പിക്കും. നെജി അലറി പറയും ഞാൻ ചൊനിയനായി, പക്ഷെ എന്റെ പവർ അത് ഇതുവരെ മുഴുവനായിട്ടും എനിക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് അതിന് പറ്റിയ അവസരം എന്നും പറഞ്ഞ് അവനും ഇപ്പോ അവന്റെ ഓപ്പണന്റിനെ ആഞ്ഞടിക്കും. മൈകയും ടെൻടണും അവര് രണ്ടുപേരും ടെൻഷനായിട്ട് നിൽക്കുമ്പോ ഇവിടെ ലീ ആവട്ടെ ഫുൾ ഓൺ പവറില് ഇപ്പൊ മാസ് ഫൈറ്റിംഗ് ആണ്. നെജി ഫുൾ പവറില് ഇപ്പൊ ആഞ്ഞടിക്കുമ്പോ ടെൻടൺ ആവട്ടെ ഇത്തവണ ചെങ്ങല കറക്കി കറക്കി അവളുടെ ഓപ്പണന്റിനെ ലോക്ക് ചെയ്ത് പിടിക്കും. അവസാനായിട്ട് മൈകൈ ഗ്രേറ്റ് ലീഫ് നാച്ച് എന്നും പറഞ്ഞ് അവന്റെ ഓപ്പണന്റിനെ 2 കൈയും ചുരുട്ടിയെടുത്ത് ആഞ്ഞ് നിലത്തടിക്കും. അങ്ങനെ ഒരു വിധത്തില് ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും അവരുടെ ഓപ്പണൻസിനെ അടിച്ച് കീഴ്പ്പെടുത്തി. ടെൻടന്റെ ഓപ്പണന്റ് ആവട്ടെ ഇപ്പൊ അനക്കമില്ലാതെ അങ്ങനെ വീണ് കിടക്കുകയാണ്. തന്റെ ഓപ്പണന്റ് അത് ചത്ത് കിടക്കുന്ന കണ്ട് ലീ ചാടിത്തുള്ളുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.